ഈ ഡോക്യുമെന്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലേറ്റർ. അപ്പം എന്താണ് ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറയുന്നത്? അത് വൃത്തവുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ്. ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 4 വശമുള്ള ഒരു ബഹുഭുജത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചതുർഭുജം എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു ചതുർഭുജം ഇവിടെ വരച്ചിട്ടുണ്ട്. 4 വശമുള്ള ഒരു ചതുർഭുജം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഒരു ക്വാഡ്രിലേറ്റർ ഞാൻ വരച്ചിട്ടുണ്ട്, ABCD. ആ ചതുർഭുജത്തിന്റെ പേരെന്താണ്? ചതുർഭുജം ABCD, ക്വാഡ്രിലേറ്റർ ABCD. എന്നാൽ ഈ ചതുർഭുജം എങ്ങനെയാണ് ചക്രീയ ചതുർഭുജം ആകുന്നത്, സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആകുന്നത് എന്ന് പരിശോധിച്ച് നോക്കാം. ഈ ചതുർഭുജത്തിന്റെ 4 മൂലകളും എവിടെയാ കിടക്കുന്നത്? വൃത്തത്തിലാണ് കിടക്കുന്നത്, അല്ലെ? ചതുർഭുജത്തിന്റെ A എന്ന ബിന്ദു വൃത്തത്തിലൊരു ബിന്ദു തന്നെയാണ്, B എന്ന ബിന്ദു വൃത്തത്തിലെ ബിന്ദുവാണ്, C എന്ന ബിന്ദു വൃത്തത്തിലെ ബിന്ദുവാണ്, D എന്ന ബിന്ദു വൃത്തത്തിലെ ബിന്ദുവാണ്. അപ്പൊ ചതുർഭുജത്തിന്റെ ABCD എന്നീ പോയിന്റ്സുകൾ ഓൺ ദ സർക്കിൾ ആണ്, ആൾസോ പോയിന്റ്സ് ഓഫ് ദ സർക്കിൾ. അത് സർക്കിളിന്റെ പോയിന്റ്സുകളാണ്. അങ്ങനെ വരയ്ക്കുന്ന ചതുർഭുജത്തിനെയാണ് ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറയുന്നത്. അപ്പം ആ നിർവചനം നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ചക്രീയ ചതുർഭുജം, സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് എഴുതി വെച്ചിട്ട് ഒരു ചതുർഭുജത്തിന്റെ എല്ലാ മൂലകളും വൃത്തത്തിലെ ബിന്ദുക്കളായാൽ ആ ചതുർഭുജത്തിനെയാണ് ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. എന്താ? ഒരു ചതുർഭുജത്തിന്റെ എല്ലാ മൂലകളും വൃത്തത്തിലായാൽ ആ ചതുർഭുജത്തിനെ ചക്രീയ ചതുർഭുജം എന്ന് പറയും. നോട്ട് എഴുതി വെക്കണം. A quadrilateral which its all vertex are on the circle, it is known as quadrilateral. It is called quadrilateral. ഒരു ക്വാഡ്രിലേറ്ററിന്റെ എല്ലാ വെർട്ടക്സുകളും സർക്കിളിലാണെങ്കിലാണ് നമ്മൾ അതിനെ സൈക്ലിക് ക്വാഡ്രിലേറ്റർ. അപ്പൊ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിക്കോളൂ? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. A quadrilateral which is all vertex of quadrilateral are on the circle is called cyclic quadrilateral. അപ്പം ഒരു ക്വാഡ്രിലേറ്ററിന്റെ എല്ലാ വെർട്ടക്സുകളും സർക്കിളിലാണെങ്കിലാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറയും, ചക്രീയ ചതുർഭുജം എന്ന് പറയും. അടുത്ത പോയിന്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത്, ചക്രീയ ചതുർഭുജത്തിന്റെ എതിർമൂലകൾ കൂട്ടിയാൽ 150 ആയിരിക്കും. നമുക്ക് തെളിയിക്കാനല്ല, നമുക്ക് തെളിയിക്കാൻ പറ്റും. എന്താ പറഞ്ഞാൽ ചക്രീയ ചതുർഭുജത്തിന്റെ എതിർമൂലകൾ കൂട്ടിയാൽ നമുക്ക് 150 കിട്ടും എന്ന് പറഞ്ഞാൽ ABCD എന്ന് പറഞ്ഞിരിക്കുന്ന ചതുർഭുജം ഒരു ചക്രീയ ചതുർഭുജമാണ്. ഇതിന്റെ എതിർമൂലകൾ ഏതൊക്കെയാണ്? എയും സിയുമാണ്. എങ്കിൽ എയും സിയും കൂടിയും കൂട്ടിയാൽ 150 ആയിരിക്കും. അതുപോലെ തന്നെ ബിയും ഡിയും കൂടിയും കൂട്ടിയാൽ 150 ആയിരിക്കും. യു മസ്റ്റ് റൈറ്റ് നോട്ട്സ്. രണ്ടാമത്തെ നോട്ട് എഴുതി വെക്കേണ്ടത്, ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ കൂട്ടിയാൽ 150 ആയിരിക്കും. നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. ദ സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലേറ്റർ ഈസ് 180. The sum of the cyclic quadrilateral is 180. എഴുതി വെക്കണം. നോട്ട് അവിടെ എഴുതി വെക്കണം. കഴിഞ്ഞ പ്രാവശ്യം എഴുതി വെച്ചതുപോലെ തന്നെ. ഇതാണ് നമ്മൾ ചതുർഭുജത്തിനെ പറ്റി പഠിക്കുമ്പോൾ. അപ്പൊ ഒരു ചതുർഭുജത്തിന്റെ എല്ലാ മൂലകളും വൃത്തത്തിലെ ബിന്ദുക്കളായാൽ ആ ചതുർഭുജത്തിനെയാണ് നമ്മൾ ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. ആ ക്വാഡ്രിലേറ്ററിനെയാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറയുന്നത്. ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ കൂട്ടിയാൽ 150 ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ചക്രീയ ചതുർഭുജവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു നോട്ട് നോക്കാം. അടുത്ത പോയിന്റ് എഴുതി വെക്കുക. ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ അതിന്റെ ആന്തരകോണിന്റെ എതിർകോണിന് തുല്യമാണ്. അത് നമ്മൾ തെളിയിക്കണം, നിർബന്ധമാണ്. ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ അതിന്റെ ആന്തരകോണിന്റെ എതിർകോണിന് തുല്യമാണ്. Exterior angle of cyclic quadrilateral is equal to opposite angle of its interior angle. That exterior angle of
cyclic quadrilateral is equal to opposite angle of its interior angle. ചിത്രത്തിൽ കാണിച്ചത് ഉദാഹരണത്തിന് ഞാനിവിടെ ഇതിങ്ങോട്ടേക്ക് നീട്ടുന്നു, ഇയിലേക്ക് നീട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ചക്രീയ ചതുർഭുജത്തിന്റെ ഉൾക്കോണുകൾ കാണാം, ആന്തരകോണുകൾ കാണാം, ഉള്ളിലുള്ള കോണുകൾ കാണാം. എ ഉള്ളിലാണ്, ബി ഉള്ളിലാണ്, സി ഉള്ളിലാണ്, ഡി ഉള്ളിലാണ്. എന്നാൽ ചക്രീയ ചതുർഭുജത്തിന് പുറത്തൊരു കോണ് കണ്ടെങ്കിൽ ഉള്ളിലല്ലാത്തൊരു കോൺ, ഇതിനെയാണ് ബാഹ്യകോൺ എന്ന് പറയുന്നത്. എന്താ പറയാ? ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ, അതിന് പുറത്തുള്ള കോണിനെയാണ് ബാഹ്യകോൺ, പുറം കോൺ. നിങ്ങൾ അങ്ങനെയാണ് പഠിച്ചത്. അകക്കോൺ ആൻഡ് പുറം കോൺ എന്നാണ് പഠിച്ചത്. അത് നല്ലൊരു ഭാഷ പറയുകയാണ് ബാഹ്യകോൺ. ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറത്ത്. അപ്പൊ ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ ഏതാ കോണിന്റെ പേര്? CBE. സൈക്ലിക് ക്വാഡ്രിലേറ്ററിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ, പുറത്തുള്ള ആംഗിൾ ഏതാണ്? പുറത്തുള്ള ആംഗിൾ CBE അല്ലേ? ഈ ആംഗിള്, ഈ കോണ്, ഈ ബാഹ്യകോണ്, അതിന്റെ ആന്തരകോൺ ഇതാണ്. അതിന്റെ ആന്തരകോൺ അതിന്റെ എതിർകോണിന് തുല്യമായിരിക്കും. എന്താ പറഞ്ഞ? ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ എന്ന് പറഞ്ഞാൽ ഈ കോണ അതിന്റെ ആന്തരകോണിന്റെ എതിർകോണിന് തുല്യമാണ്. Exterior angle of cyclic quadrilateral is equal to opposite angle of its interior angle. ഈ ഇന്റീരിയർ ആംഗിൾ, ഇതിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിളിലേക്കാണ്. യു ഹാവ് ടു റിമെമ്പർ. എന്താ നമ്മളിപ്പോ പഠിച്ച ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ അതിന്റെ ആന്തരകോണിന്റെ എതിർകോണിന് തുല്യമാണ്. We can say in English, exterior angle of cyclic quadrilateral is equal to opposite angle of its interior angle. ഇതാണ് അവിടെ എഴുതി വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ നിർബന്ധമായിട്ടും അതിന്റെ ആന്തരകോണിന്റെ എതിർകോണ് തന്നെ. ഈ ഡി എത്രയായിരിക്കണം? 60 ആയിരിക്കണം. വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക്. നിങ്ങൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിച്ചിട്ട് ലീനിയർ രേഖീയ ജോഡികൾ എന്ന് പഠിച്ചിട്ടില്ല. ഒരു രേഖയിൽ ഒരു ജോഡി കോണ് വരച്ചാലാണ് നമ്മൾ എന്ത് പറയാ? ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡികൾ എന്ന് പറയാം. അവിടെ നിങ്ങൾ പഠിച്ചില്ല ഈ രണ്ട് കോണുകളുടെയും തുക എത്രയാണ്? 150 ആവണം. അതുപോലെ ഒരു വര കണ്ട നിങ്ങൾ എ എന്ന് പറഞ്ഞൊരു വര കണ്ട, അപ്പൊ ഈ കോണും ഈ കോണും കൂടി കൂട്ടിയാൽ എത്ര വേണം? 150 വേണം. ഇത് ഓൾറെഡി എത്രയായി? 60 ആയോ? അപ്പൊ ഈ കോണത്തിന് ഇരിക്കണം 120. നേരത്തെ ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ കൂട്ടിയാൽ 150 ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇത് 120 ആണ്. നിർബന്ധമായിട്ട് എത്രയാണോ? 60 ആകട്ടെ. എന്നാലും ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എതിർകോണുകൾ കൂട്ടിയാൽ 150 കിട്ടും. അതാണ് പറഞ്ഞത്. പക്ഷെ ഇത് ഇങ്ങനെയല്ല തെളിയിക്കേണ്ടത്, പരീക്ഷയ്ക്ക് ഇങ്ങനെയല്ല തെളിയിക്കേണ്ടത്. ഇത് ഞാൻ കണക്കുപരമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളൂ. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യണം? എന്താ പറഞ്ഞ? അപ്പൊ എഴുതി വെക്കുക. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. എഴുതി വെക്കാം. ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ, ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ അതിന്റെ ആന്തരകോണിന്റെ എതിർകോണിന് തുല്യമാണ്. തെളിയിക്കുക. എന്താ? ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ അതിന്റെ ആന്തരകോണിന്റെ എതിർകോണിന് തുല്യമാണ്. തെളിയിക്കുക. എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഈസ് ഈക്വൽ ടു opposite angle of its interior angle. Prove it. അപ്പൊ ഇത് നമുക്ക് തെളിയിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യണം, വരയ്ക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഒരു വൃത്തം വരച്ചു. അതിൽ നമ്മളൊരു ക്വാഡ്രിലേറ്റർ വരച്ചു. എന്നിട്ട് നമ്മൾ അതിന് പേര് കൊടുത്തു ABCD. എന്നിട്ട് നമ്മൾ ഒരു ബാഹ്യകോൺ വരച്ചു, എക്സ്റ്റീരിയർ ആംഗിൾ വരച്ചു. ഈ CBE എന്ന് പറഞ്ഞിരിക്കുന്ന കോൺ ഡിക്ക് തുല്യമാണ് തെളിയിക്കുന്നത്. അപ്പം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കാം. ഈ കോണും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഈ രണ്ട് കോണുകളെയും നമ്മൾ എന്താ പറയാ? രേഖീയ ജോഡികൾ എന്നാണ് പറയുക. ഈ കോണിന്റെ പേരെന്താ? ABC. ആ കോണിന്റെ പേര് കൂട്ടണം. ഈ കോണിന്റെ പേരെന്താ? CBE. അപ്പൊ കോൺ ABCയും കോൺ CBയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 150. അപ്പൊ നമുക്കത് ഇവിടെ എഴുതാം. എന്താ? കോൺ ABC കൂട്ടണം കോൺ CB
ബി ഇ സമം 180. ഇതാണ് കോൺ എ ബി സി, ഈ കോണാണ്. കോൺ സി ബി ഇ, ഈ കോണാണ്. ഈ രണ്ട് കോണും കൂടി കൂട്ടിയാൽ 150 കിട്ടും. ബ്രാക്കറ്റിൽ കാരണം എന്താ കാരണം? രേഖീയ ജോഡികൾ, ലീനിയർ പെയർ. അടുത്ത സ്റ്റെപ്പ്, ഈ കോണും കൂടി കൂട്ടിയാൽ 150 കിട്ടണം. നേരത്തെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ കാരണം. ഈ കോണിന്റെ പേരെന്താ? കോൺ എ ബി സി പ്ലസ് കോൺ ഡി സമം 180. ഈ കോണും കൂടി കൂട്ടിയാൽ 150 കിട്ടണം. അതിന് ചക്രീയ ചതുർഭുജം എഴുതി വെച്ചാൽ മതി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകളുടെ തുക 150 ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എഴുതി വെച്ചാൽ മതി. കാരണം ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതിച്ചത്. ഒന്ന്, ഈ കോണും കൂടി കൂട്ടിയാൽ 150. ഈ കോണിന്റെ പേരെന്താണ്? കോൺ എ ബി സി. ഈ കോണിന്റെ പേരെന്താണ്? സി ബി ഇ. അപ്പൊ കോൺ എ ബി സി പ്ലസ് കോൺ സി ബി ഇ സമം 150. ബ്രാക്കറ്റിൽ കാരണം എഴുതി രേഖീയ ജോഡികൾ. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ഈ കോണും കൂടി കൂട്ടിയാൽ 150 കിട്ടണം. ഈ കോണിന്റെ പേരെന്താണ്? കോൺ എ ബി സി പ്ലസ് കോൺ ഡി സമം 150. കാരണം എന്താ ബ്രാക്കറ്റിൽ എഴുതുന്നത്? ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ, ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ. ഇനി നോക്ക് നിങ്ങൾ. അപ്പൊ കോൺ എ ബി സി പ്ലസ് കോൺ സി ബി ഇ 150 സമമാണ്. കോൺ എ ബി സി പ്ലസ് കോൺ ഡി 150 സമമാണ്. എങ്കിൽ ഇത് രണ്ട് സമായിരിക്കില്ലേ? ഇത് രണ്ടും സമമാണെങ്കിൽ ഇത് രണ്ട് സമായിരിക്കട്ടെ. 150 സമത്തിന്റെ ഇപ്പുറം 150, സമത്തിന്റെ ഇപ്പുറം 150, അത് രണ്ട് സമല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ ഇത് രണ്ട് സമാധില്ല അല്ലേ? കോൺ എ ബി സി പ്ലസ് കോൺ സി ബി ഇ സമം 150 ആണ്. അതുപോലെ തന്നെ കോൺ എ ബി സി പ്ലസ് കോൺ ഡി സമം 150 ആണ്. രണ്ടും 150 ആണ്. അപ്പൊ ഇത് രണ്ട് സമായിരിക്കില്ലേ? അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? സമം 150 കൊണ്ട് ഇത് രണ്ട് സമായിരിക്കും. അപ്പൊ എങ്ങനെ എഴുതാം? കോൺ എ ബി സി പ്ലസ് കോൺ സി ബി ഇ സമം, ഈ രണ്ടും കൂട്ടുന്നത് ഏത് കൂട്ടുന്നതിന് സമായിരിക്കും? ഇത് രണ്ടും കൂട്ടുന്നതിന് സമായിരിക്കില്ലേ? അപ്പൊ എന്ത് ചെയ്താൽ നമുക്ക് കോൺ എ ബി സി കൂട്ടണം കോൺ ഡി. ഇതെങ്ങനെ എഴുതാൻ കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 150. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 150. അപ്പൊ ഇത് കൂട്ടുന്നത് സമം ഇത് കൂട്ടുന്നതിന് സമായിരിക്കില്ലേ? അപ്പൊ അതാണ് കോൺ എ ബി സി കൂട്ടണം കോൺ സി ബി ഇ സമം 150. കോൺ എ ബി സി കൂട്ടണം കോൺ ഡി സമം 150. ഏതൊക്കെ കട്ട് ചെയ്യും? കോൺ എ ബി സിയും കട്ട് ചെയ്യും. അതെങ്ങനെ കട്ട് ചെയ്യുന്നത്? ഈ കോൺ എ ബി സി കൂട്ടുകയാണ്. അപ്പൊ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോഴാ ഈ കോൺ എ ബി സി കുറക്കണം. കോൺ എ ബി സി കുറച്ചാൽ 0 പോയില്ലേ? അതാണ് സമത്തിന്റെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള കോൺ എ ബി സിയും കട്ട് ചെയ്തത്. എന്താണ് ഇവിടെ? കോൺ എ ബി സി കൂട്ടുകയാണ്. കൂട്ടണം കോൺ എ ബി സി, ഇപ്പുറത്ത് വരുമ്പോൾ കുറക്കണം കോൺ എ ബി സി. ഇവിടെ ഒരു കോൺ എ ബി സി ഇല്ലേ? ഈ കോൺ എ ബി സിന്ന് ഇപ്പുറത്ത് കൊണ്ടുവന്ന കോൺ എ ബി സി കുറയ്ക്കുമ്പോൾ ഒരു വസ്തുവിൽ നിന്ന് ഒരു വസ്തു കുറയ്ക്കുമ്പോൾ 0 പോകും അല്ലെ? ഒരു ആപ്പിളിൽ നിന്ന് കുറച്ചാൽ 0ആണ്. അതുപോലെ കോൺ എ ബി സി ഒരു കോൺ എ ബി സി കുറയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് കോൺ കുറയ്ക്കുന്നത്? ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് കുറയ്ക്കുന്നത് വരുന്നത്. അപ്പൊ കോൺ എ ബി സി കുറക്കണം, കോൺ എ ബി സി 0 മാറി. അത് പിന്നെ ഇല്ല. ഇനി ഏതാ ബാക്കിയുള്ള ഇവിടെ? കോൺ സി ബി ഇ സമം കോൺ ഡി. നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. കണ്ടാ? ഈ കോൺ സി ബി ഇ ഏതിന് തുല്യമാണ് തെളിയിച്ചു? കോൺ ഡിക്ക് തുല്യമാണ് തെളിയിച്ചു. In short, we can say that എന്താ പറഞ്ഞ ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ അതിന്റെ ആന്തരകോണിന്റെ എതിർകോണിന് തുല്യമാണെന്ന് അത് തെളിയിച്ചു. എങ്ങനെയാ തെളിയിച്ചു? നമ്മൾ ആദ്യം ഈ കോണും കൂട്ടിയാൽ 150 എന്ന് പറഞ്ഞു. ഈ കോണിന്റെ പേരെന്താണ്? കോൺ എ ബി സി കൂട്ടണം കോൺ സി ബി ഇ സമം 150, രേഖീയ ജോഡികൾ. പിന്നെ ഇക്കോണ് കൂട്ടണം ഇക്കോണ് സമം 150. കോൺ എ ബി സി കൂട്ടണം കോൺ ഡി സമം 150, ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ, ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. അത് എഴുതി. എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി അവിടെ എഴുതിയിട്ട് ഇത് രണ്ടും തുല്യമായതുകൊണ്ട് കോൺ എ ബി സി കൂട്ടണം കോൺ സി ബി ഇ സമം കോൺ എ ബി സി കൂട്ടണം കോൺ സി ബി കോൺ ഡി. എന്നിട്ട് കോൺ എ ബി സി കട്ട് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് തെളിയിച്ചു? കോൺ സി ബി ഇ സമം കോൺ ഡി. അങ്ങനെയാണ്. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ ചക്രീയ ചതുർഭുജത്തിന്റെ ഈ കോൺ 70 ഡിഗ്രി ആണെങ്കിൽ നിർബന്ധമായിട്ടും അതിന് ആന്തരകോണല്ലേ? അത് ഇന്റീരിയർ ആംഗിൾ തന്നെ. അപ്പൊ അതിന് എതിർകോണല്ലേ? അപ്പൊ ഈ കോണത്തിലായിരിക്കണം 70 ഡിഗ്രി ആയിരിക്കണം. ഇതാണ് ഇതിൽ നിന്നും നമ്മൾ പഠിക്കാനുള്ളത്. സോ നിർബന്ധമായിട്ടും ഓർമ്മിച്ചു വെക്കുക, എഴുതി വെക്കുക. ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ അതിന്റെ ആന്തരകോണിന്റെ എതിർകോണിന് തുല്യമാണ്. Exterior angle of cyclic quadrilateral is equal to opposite angle of its interior angle. അതിന് ഇന്റീരിയർ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന് തുല്യമായിരിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്.
ഈ സഹായത്തോടു കൂടി നോക്കാം എന്താണ് ആ ചോദ്യം എന്നുള്ളത്. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു, ഒരു വൃത്തം വരച്ചു, എ പി എന്ന ഞാണ് വരച്ചു. അത് എങ്ങോട്ട് നീട്ടിക്കൊടുത്തു? ഞാൻ പിയിലേക്ക് നീട്ടിക്കൊടുത്തു. പിന്നെ ഞാൻ സി ഡി എന്നൊരു ഞാണ് വരച്ചു. അത് എങ്ങോട്ട് നീട്ടിക്കൊടുത്തു? ഞാൻ പിയിലേക്ക് നീട്ടിക്കൊടുത്തു. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മളോട് പറയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളോട് ഇപ്പം പറയാണ് എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് തെളിയിക്കണം. നേരത്തെ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ രണ്ട് ഞാണുകളും വൃത്തത്തിനുള്ളിലാണ് ഇന്റർസെക്ട് ചെയ്തത്, കൂട്ടിമുട്ടിയത്. ഇപ്പൊ വൃത്തത്തിലെ എ പി എന്ന ഞാണും സി ഡി എന്ന ഞാണും പുറത്തു പോയിട്ടാണ് കൂട്ടിമുട്ടുന്നത്, ഇന്റർസെക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് തെളിയിക്കണം? എ പി ഗുണിക്കണം പി ബി സമം പി സി ഗുണിക്കണം പി ഡി. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ തന്നെ നമ്മൾ എ പി ഇൻറ്റു പി ബി സിക്കൽ ടു പി സി ഇൻറ്റു പി ഡി നമ്മൾ നേരത്തെ തെളിയിച്ചില്ലേ? എങ്ങനെയായിരുന്നു നേരത്തെ തെളിയിച്ചത്? നമ്മള് ഈ രണ്ട് വരകളെയും നമ്മൾ രണ്ട് ത്രികോണങ്ങളാക്കി മാറ്റി ആ രണ്ട് ത്രികോണങ്ങൾ സദൃശ്യങ്ങളാണ് തെളിയിക്കണം, സിമിലിയർ ട്രയാങ്കിൾ ആണ് തെളിയിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് ട്രയാങ്കിൾസുകൾ സിമിലിയർ ആകണമെങ്കിൽ ടു പെയർസ് ഓഫ് ആംഗിൾസ് ഈക്വൽ ആകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. രണ്ട് ത്രികോണങ്ങൾ സദൃശ്യങ്ങളാകണമെങ്കിൽ അതിന്റെ രണ്ട് ജോഡി കോണുകൾ തുല്യമായിരിക്കണം, എങ്കിൽ ത്രികോണങ്ങൾ സദൃശ്യമാണെന്ന് പറഞ്ഞോളെ. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ വരകളെ നമുക്ക് രണ്ട് ത്രികോണങ്ങളാക്കി മാറ്റാം. ഞാൻ ആദ്യം എയും സിയും കൂടി യോജിപ്പിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒരു ത്രികോണം കാണാം. എന്താ ത്രികോണത്തിന്റെ പേര്? എ സി പി എന്ന് പറഞ്ഞ വലിയൊരു ത്രികോണം കാണാം. ഞാൻ ആദ്യം ഇത് യോജിപ്പിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു ത്രികോണം കിട്ടി. ആ ത്രികോണത്തിന്റെ പേരെന്താണ്? ട്രയാങ്കിളിന്റെ പേരെന്താണ്? എ സി പി, ട്രയാങ്കിൾ എ സി പി. കണ്ടോ? ഇനി ഞാൻ ബിയും ഡിയും കൂടി യോജിപ്പിച്ചു. അന്നപ്പോ നിങ്ങൾക്ക് ചെറിയ ത്രികോണം കാണാം, പി ബി ഡി എന്ന് പറഞ്ഞ ചെറിയ ത്രികോണം. അപ്പൊ ഈ രണ്ട് വരകളെ യോജിപ്പിച്ചപ്പോൾ ഒരു വലിയ ത്രികോണവും കിട്ടി, ഒരു ചെറിയ ത്രികോണവും കിട്ടി. രണ്ടും കൂടി, നേരത്തെ രണ്ട് ത്രികോണങ്ങൾ വെവ്വേറെ, ഇപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നു. അപ്പൊ ഒരു വലിയ ത്രികോണത്തിൽ നിന്നാണ് ഒരു ചെറിയ ത്രികോണം കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് കിട്ടിയ ത്രികോണത്തിന്റെ പേര് എ സി പി എന്ന ത്രികോണവും രണ്ടാമത് നമുക്ക് കിട്ടിയിരിക്കുന്ന ത്രികോണത്തിന്റെ പേര് പി ബി ഡി എന്ന് പറഞ്ഞ ത്രികോണമാണ്. ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ്യങ്ങളാണ് തെളിയിക്കുന്നത്. വെരി സിമ്പിൾ. ഞാൻ പറഞ്ഞു ഏതൊക്കെ ത്രികോണങ്ങളാണെന്ന് കണ്ടുപിടിക്കും. ചിത്രത്തിൽ യോജിപ്പിച്ചില്ലേ നമ്മളിവിടെ? അപ്പൊ യോജിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ത്രികോണങ്ങൾ, ഒന്ന് എ സി പി എന്ന് പറഞ്ഞ വലിയ ത്രികോണവും ബി ഡി പി എന്ന് പറഞ്ഞ ചെറിയ ത്രികോണമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ട് സദൃശ്യമാണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ രണ്ട് ജോഡി കോണുകൾ കണ്ടുപിടിച്ചു. വെരി സിമ്പിൾ. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വൃത്തത്തിലൊരു ചതുർഭുജത്തെ കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ രണ്ട് ത്രികോണങ്ങളാക്കി മാറ്റുമ്പോൾ വൃത്തത്തിൽ നിങ്ങൾക്ക് ഒരു ചതുർഭുജം കാണാൻ പറ്റുന്നുണ്ട്. ആ ചതുർഭുജം എന്താണ്? ചക്രീയ ചതുർഭുജം അല്ലേ? അപ്പൊ നിങ്ങൾ നോക്ക്, എ ബി ബി സി എന്ന് പറഞ്ഞൊരു ചതുർഭുജം കാണുന്നില്ലേ? ആ ചതുർഭുജം എന്താണ്? ചക്രീയ ചതുർഭുജം അല്ലേ? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ലേ? അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ഈ കോണ പി ഡി പി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കോണ ചെറിയ ത്രികോണത്തിന്റെ കോണല്ലേ? നോട്ട് ഓൺലി angles of small triangles but also exterior angle of the cyclic quadrilateral. ഇത് ചെറിയ ത്രികോണത്തിന്റെ കോണ് മാത്രമല്ല. ഇപ്പം പി ബി ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ത്രികോണത്തിന്റെ കോണാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി. ആ കോണ് ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യ കോണല്ലേ? അത് ഏതിന് തുല്യമാണ്? നമ്മൾ നേരത്തെ പഠിച്ചു, അതിന്റെ ആന്തര കോണിന്റെ എതിർ കോണിന് തുല്യമാണ്. അപ്പൊ കോൺ പി ഡി പി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കോണ, ചെറിയ ത്രികോണത്തിന്റെ ഈ കോണ വലിയ ത്രികോണത്തിന്റെ ഏത് കോണിന് തുല്യമായിരിക്കും? എക്ക് തുല്യമായിരിക്കും. എന്താ കാരണം? ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ അതിന്റെ ആന്തര കോണിന്റെ എതിർ കോണിന് തുല്യമാണ്. Exterior angle of cyclic quadrilateral is equal to opposite angle of its interior angle. Understand? അപ്പൊ നമുക്ക് ചെറിയ ത്രികോണത്തിന്റെ പി ഡി ബി എന്ന കോണ വലിയ ത്രികോണത്തിന്റെ കോണയ്ക്ക് തുല്യമാണെന്ന് എഴുതാം. അപ്പൊ ഫസ്റ്റ് ഒരു ജോഡി കോണുകൾ തുല്യമാണ്. നമുക്ക് എങ്ങനെ എഴുതാം? കോൺ പി ഡി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ. കോൺ എ. ഈ ചെറിയ ത്രികോണത്തിന്റെ പി ഡി ബി എന്ന് പറഞ്ഞ കോണ് വലിയ ത്രികോണം, അതുപോലെ തന്നെ തിരിച്ചു ഇവിടെ നിന്ന് പറഞ്ഞത് ചെറിയ ത്രികോണത്തിന്റെ കോണിന്റെ പേരെന്താ? പി ബി ഡി അല്ലേ? ആ കോൺ അതിന്റെ ആന്തര കോൺ തന്നെ എതിർകോൺ സിക്ക് തുല്യമായിരിക്കില്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? കോൺ പി ബി ഡി സമം കോൺ സി. ഇതിന്റെ രണ്ടെണ്ണത്തിന്റെയും ബ്രാക്കറ്റിൽ
കാരണം എഴുതണം, റീസൺ എഴുതണം. എന്താ റീസൺ എഴുതാ? ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ അതിന്റെ ആന്തരകോണിന്റെ എതിർകോണിന് തുല്യമാണെന്ന് പറഞ്ഞ കാരണം എഴുതണം ഇവിടെ. ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ അതിന്റെ ആന്തരകോണിന്റെ എതിർകോണിന് തുല്യമാണ്. ഇവിടെ അതിന്റെ കാരണം ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ അതിന്റെ ആന്തരകോണിന്റെ എതിർകോണിന് തുല്യമാണ്. എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് ഇറ്റ്സ് ഇന്റീരിയർ ആംഗിൾ. ഇപ്പൊ നിങ്ങൾ എന്തോ ഓൾറെഡി എന്ത് എഴുതി കഴിഞ്ഞു? രണ്ട് ത്രികോണത്തിന്റെ രണ്ട് ജോഡി, വലിയ ത്രികോണത്തിന്റെയും ചെറിയ ത്രികോണത്തിന്റെയും രണ്ട് ജോഡി കോണുകൾ തുല്യമാണ് നിങ്ങൾ എഴുതി വെച്ചില്ലേ? അന്നപ്പോ നിങ്ങൾക്ക് വലിയ ത്രികോണവും ചെറിയ ത്രികോണവും സദൃശ്യമാണെന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇത് രണ്ട്, അപ്പൊ ഇവിടെ എന്ത് എഴുതണം? ഇവിടെ എന്ത് എഴുതണം? രണ്ട് ത്രികോണങ്ങളും സദൃശ്യങ്ങളാണ്. ട്രയാങ്കിൾസ് ആർ സിമിലിയർ എന്ന് എഴുതണം. ട്രയാങ്കിൾസ് ആർ സിമിലർ. രണ്ട് ജോഡി കോണുകൾ തുല്യമാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ത്രികോണങ്ങൾ സദൃശ്യങ്ങളാണെന്ന് എഴുതണം. ഓൾറെഡി നമ്മൾ രണ്ട് ജോഡി കോണുകൾ തുല്യമാണെന്ന് എഴുതി. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതുന്നു? അതുകൊണ്ട് ത്രികോണങ്ങൾ സദൃശ്യമാണ് നിർബന്ധമായിട്ടും എഴുതണം. ട്രയാങ്കിൾസ് ആർ സിമിലിയർ എന്ന് എഴുതണം. ഇനി നമ്മൾ 9ാം ക്ലാസ് പഠിച്ച നേരത്തെ തൊട്ട് 9ാം ക്ലാസ് പഠിച്ചിരിക്കുന്ന ഡെഫിനിഷൻ ഓർക്കണം. എന്താ? സദൃശ്യ ത്രികോണങ്ങളുടെ സമമായ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ ആനുപാതികമാണ്. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ പ്രൊപ്പോർഷൻ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, മാറ്റമില്ല. അപ്പൊ നമ്മൾ തുല്യമായ കോണുകൾ, ത്രികോണങ്ങൾ സദൃശ്യമാണ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇനി അടുത്തേതല്ല, തുല്യമായ കോണുകൾ എടുക്കാൻ പറ്റും. ഈ കോണ ചെറിയ ത്രികോണത്തിന്റെ ഈ കോണ വലിയ ത്രികോണത്തിൽ ഈ കോണിന് തുല്യമാണെന്നല്ലേ പറഞ്ഞത്? ഇത് രണ്ടല്ലേ തുല്യം? ഇതിന്റെ എതിർവശം ഏതാണ്? പി ബി അല്ലേ? ഈ കോണ് വലിയ കോണിന്റെ വലിയ ത്രികോണത്തിലെ കോണാണ്. അതിന്റെ എതിർവശം ആയിരിക്കണം? പി സി ആയിരിക്കണം. ഈ വലിയ കോണുണ്ടാണെങ്കിൽ പി എ സി എന്ന് പറഞ്ഞാൽ ഈ വരയും കൂടി ചേർന്നാൽ എ എന്ന കോണുണ്ടാവും. അതിന്റെ എതിർവശം ആയിരിക്കണം? പി സി ആയിരിക്കണം. അപ്പൊ നമ്മൾ ഒരു ഏതൊക്കെ എഴുതി? ത്രികോണത്തിന്റെ എതിർവശം പി ബി ഈ കോണിന്റെ സമാനമായ കോണിതല്ലേ, അതിന്റെ എതിർവശം ആരാണ്? പി സി. അപ്പൊ എന്ത് എഴുതി? പി ബി ഈസ് പി സി ഈക്വൽ ടു. ഇനി ഇക്കോണല്ലേ തുല്യം? ഈ കോണിന്റെ എതിർവശം ആരാണ്? പി ഡി അല്ലേ? ഈ കോണിന്റെ എതിർവശം ആരാണ്? എ പി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പി ഡി ഈസ് ടു എ പി. എന്താ ഇങ്ങനെ എഴുതാൻ കാരണം? സദൃശ ത്രികോണമാണ് നമ്മൾ എഴുതി കഴിഞ്ഞപ്പോ ഈ കോണും തുല്യമാണ് നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതി വെച്ചിട്ടില്ലേ? ഈ കോണിന്റെ എതിർവശം ആരാണ്? പി ബി ആണ്. ഈ കോണിന്റെ എതിർവശം ആരാണ്? പി സി ആണ്. അത് എഴുതി, അനുപാതത്തിൽ എഴുതി പി ബി സി പി സി. അടുത്ത ഇക്കോണും അല്ല തുല്യം? ഈ കോണിന്റെ എതിർവശം ആരാണ്? പി ഡി ആണ്. ഈ കോണിന്റെ എതിർവശമാണ് എ പി ആണ്. അതുകൊണ്ടാണ് നമ്മൾ പി ഡി ടി. നിർബന്ധമായിട്ടും ഇതിന്റെ ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? 9ാം ക്ലാസ് പഠിച്ചിരിക്കുന്ന ഡെഫിനേഷൻ എഴുതണം. അതിലൊരു മാർക്കാണ്. എന്താ മാർക്ക്? എന്താ എഴുതേണ്ടത്? അതിന് സദൃശ്യ ത്രികോണങ്ങളുടെ എഴുതി വെക്കേണ്ട കാരണം ശരിക്കും കേട്ടോളൂ. സദൃശ്യ ത്രികോണങ്ങളുടെ സമമായ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ ആനുപാതികമാണ്. ചക്രീയ ചതുർഭുജ സദൃശ്യ ത്രികോണങ്ങളുടെ സമമായ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ ആനുപാതികമാണ്. അതാണ് എഴുതി വെക്കേണ്ടത്. സൈഡ്സ് ഓപ്പോസിറ്റ് ടു equal angles of similar triangle are in proportion. നിർബന്ധമായിട്ട് എന്താ എഴുതി വെക്കേണ്ടത്? ശ്രദ്ധിക്കണേ. സദൃശ്യ ത്രികോണങ്ങളുടെ സമമായ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ ആനുപാതികമാണ്. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതണം? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾ ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ആർ ഇൻ പ്രൊപ്പോർഷൻസ്. നേരത്തെ നമ്മൾ പഠിച്ചതല്ലേ? എ ഈസ്റ്റ് ബി നമുക്ക് എ ബൈ ബി എന്ന് എഴുതാമെങ്കിൽ എന്റെ കൊച്ചു കൂട്ടുകാർക്ക് പി ബി ഈസ്റ്റ് പി സി നിങ്ങൾ എങ്ങനെ എഴുതും? എ ഈസ്റ്റ് ബി 8ാം ക്ലാസ് നമ്മൾ പഠിച്ചു എ ബൈ ബി എന്ന് എഴുതണം. എങ്കിൽ പി ബി ഈസ്റ്റ് പി സി നമുക്ക് എങ്ങനെ എഴുതാം? പി ബി ബൈ പി സി ഈസ് ഈക്വൽ ടു പി ഡി ബൈ എ പി. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്താ? ഡിവൈഡഡ് ബൈ എ പി ഇവിടെ കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? എ പി ഇൻടു പി ബി ആയി മാറും. കണ്ടാ? ഇവിടുത്തെ എ പി ഇവിടുത്തെ പി ബി കൊണ്ട് ഗുണിക്കുക. എ പി ഇൻടു പി ബി തിരിച്ചു പറയാം. പി ബി ഇൻടു എ പി എന്ന് പറയാം. ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഡിവൈഡഡ് ബൈ പി സി ഇവിടെ കൊണ്ട് ഗുണിക്കുക. പി സി ഇൻടു പി ഡി. കേട്ടാ? നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ എന്താ? ഇത് ആംഗള, ഇത് പെങ്ങള്, ഇത് ആംഗള, ഇത് പെങ്ങള്. ഇവിടുത്തെ ആംഗളിന്റെ പേരെന്താ?
പി ബി ഏതാ? അപ്പൊ നിങ്ങളെ കൈ പിടിക്കുക, എ പിന്റെ കയ്യിലെ പിടിക്കുക. അപ്പൊ നമുക്ക് എന്താ പറയാ? എ പി ഇൻറ്റു പി ബി, എ പി വേഴ്സ് ബി ബി ഈസ് ഈക്വൽ ടു, ഇവിടെ ആരാണ്? ആങ്ങളെ പി ഡി അല്ലേ, ഇവിടെ പങ്ങൾ ആരാണ്? പി സി അല്ലേ. അപ്പൊ പി സി വേഴ്സ് പി ഡി, അതിനാണ് നമ്മൾ പറയുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അണ്ടർസ്റ്റാൻഡ്? വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം. ഇതാണ് ഒരു കാര്യം. ചക്രീയ ചതുർഭുജം ഇതിൽ ഓർമ്മിച്ച് വെക്കേണ്ടത്. ചക്രീയ ചതുർഭുജം എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ, സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ 4 മൂലകളും വൃത്തത്തിലായിരിക്കണം, 4 വെർട്ടക്സുകളും സർക്കിളിലായിരിക്കണം. മറ്റൊരു പ്രത്യേകത ചക്രീയ ചതുർഭുജത്തിന്റെ, സൈക്ലിക് ക്വാഡ്രിലേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്റ്റീരിയർ ആംഗിള് അതിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കണം. അതിന്റെ ബാഹ്യകോൺ ആന്തരകോണിന് എതിർകോണിന് തുല്യമായിരിക്കണം. എന്നിട്ട് നമ്മൾ തെളിയിക്കണം എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. എല്ലാ പരീക്ഷകൾക്കും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അത് ഞാൻ കാണിച്ചില്ല എവിടെയാണ് തെറ്റിക്കുന്നത്. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു, വീണ്ടും ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു, എന്നിട്ട് നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തുന്നു. എ ബി സി ഡി പി, എ ബി സി ഡി പി. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം ഒട്ടനവധി കുട്ടികൾ എല്ലാ പരീക്ഷകൾക്കും തെറ്റിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ വന്നാലും നമ്മൾ എന്താ എഴുതേണ്ടത്? എന്താ തെളിയിച്ചത്? നമ്മൾ നേരത്തെ എ പി ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് എ പി ഇൻറ്റു പി ബി സിക്കൽ ടു എ പി ഇൻറ്റു പി ബി സിക്കൽ ടു ബി സി ഇൻറ്റു പി ഡി എന്നാകുന്നത്. പക്ഷേ വശങ്ങൾക്ക് മാറ്റം സംഭവിച്ചു. എന്താ? എ പി ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. അത് ക്ലാസ്സിൽ ഞാൻ കൊളോക്കൽ ലാംഗ്വേജിലാണ് പറയുന്നത്. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തത്. കാരണം സമയത്തിനാണ് പ്രാധാന്യം. കൊച്ചു സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അത് നമുക്ക് ഇവിടെ എങ്ങനെ പറയാം? ഈ വലിയ കഷ്ണം ഗുണിക്കണം പുറത്തെ ചെറിയ കഷ്ണം സമം ഈ വലിയ കഷ്ണം ഗുണിക്കണം പുറത്തെ ചെറിയ കഷ്ണം. അങ്ങനെ ഓർത്താൽ മതി. എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കിയെടുക്കുക, മറന്നു പോകാതിരിക്കുക. ഇവിടെ എങ്ങനെയാണ് കഷ്ണം നോക്കണം? ഇവിടുത്തെ കഷ്ണം പോലെയല്ല ഇവിടെ നോക്കേണ്ടത്. എന്താ? വലിയ കഷ്ണം ഗുണിക്കണം പുറത്തെ ചെറിയ കഷ്ണം സമം വലിയ കഷ്ണം ഗുണിക്കണം പുറത്തെ ചെറിയ കഷ്ണം. ഇവിടുത്തെ വലിയ കഷ്ണത്തിന്റെ പേരെന്താണോ? എ പി. ചെറിയ കഷ്ണത്തിന്റെ പേരെന്താ? പി ബി. അതാ എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇത് രണ്ടും ഓർമ്മിച്ചു നോക്കണം. ക്ലിയർ? ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ അടുത്ത ഡോക്യുമെന്ററിയിൽ കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ വായിച്ച് പഠിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തിരിക്കുന്ന പോയിന്റുകൾ ഓർമ്മിച്ച് എപ്പോഴും നമ്മൾ ഓർമ്മിച്ചു കൊണ്ടിരിക്കണം, വായിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ മാത്രം ആ ഓർമ്മശക്തി നമുക്ക് ഉണ്ടാവുകയുള്ളൂ, ഓർമ്മയുണ്ടാവുകയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.